ചാലക്കുടിയിൽ കോൺഗ്രസ് കൗൺസിലർ LDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. മുനിസിപ്പൽ ഡിവിഷൻ കൗൺസിലർ ബിജു എസ് ചിറയത്താണ് സ്ഥാനാർത്ഥി. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു നമുക്കൊപ്പം. പറയൂ ശ്രീജിത്ത്. ചാലക്കുടി നഗരസഭയിലെ 23-ാം ഡിവിഷനിലെ കൗൺസിലറാണ് ബിജു. എന്തായാലും ബിജു കോൺഗ്രസ് നേതൃത്വമായി കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അവിടുത്തെ നിലവിലെ MLA സതീഷ് കുമാർ ജോസഫുമായൊക്കെ വലിയ അടുപ്പമാണ് ബിജു സൂക്ഷിച്ചിരുന്നത്. എന്തായാലും ഒരു അപ്രതീക്ഷിത നീക്കമാണ് ഇടതുപക്ഷം നടത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പൊളിറ്റിക്കൽ മൂവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും ഈ 23-ാം ഡിവിഷൻ കൗൺസിലർ സ്ഥാനം ഇന്ന് തന്നെ രാജിവെക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിജു ചിറയത്ത് മത്സരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് നിഷേധിക്കുകയായിരുന്നു. ബിജുവുമായി അദ്ദേഹത്തെ സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനൊന്നും വഴങ്ങാതെ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടി മുനിസിപ്പൽ ഓഫീസിലെത്തി അദ്ദേഹം രാജി സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഒരു കോൺഗ്രസ് കൗൺസിലർ വരികയാണ്. ചാലക്കുടിയിലാണ് ഇടതുപക്ഷം കേരള കോൺഗ്രസ് എമ്മിലൂടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഒരു കൗൺസിലറെ അടർത്തിയെടുത്ത് ഒരു വിസ്മയം സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ വലിയ മത്സരം കാഴ്ചവെക്കാൻ നിലവിലെ MLA സതീഷ് കുമാർ അവിടെ ഉറപ്പായും മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും കോൺഗ്രസിൽ നിന്നുള്ള കൗൺസിലറാണ് LDF സ്ഥാനാർത്ഥിയായി അവിടെ ചാലക്കുടിയിൽ വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.